ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആൻറ്റി അഡ്രിനർജിക് ഡ്രഗ് ഓർ സിമ്പത്തോലൈറ്റിക് ഡ്രഗ്. അഡ്രിനാലിൻ ഡ്രഗിൻ്റെ ആക്ഷനെ ആൻറ്റഗോണൈസ് ചെയ്യുന്ന ഡ്രഗാണ് ആൻറ്റി അഡ്രിനർജിക് ഡ്രഗ്. അഡ്രിനാലിൻ മാത്രമല്ല, സിമ്പത്തോമിമറ്റിക് ഡ്രഗിൽ ഡിസ്കസ് ചെയ്ത അഡ്രിനാലിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആക്ഷനെ ആൻറ്റഗോണൈസ് ചെയ്യുന്ന ഡ്രഗാണ് ആൻറ്റി അഡ്രിനർജിക് ഡ്രഗ് ഓർ സിമ്പത്തോലൈറ്റിക് ഡ്രഗ്. അപ്പോൾ അഡ്രിനർജിക് ഡ്രഗ് ആക്ട് ചെയ്യുന്ന റിസപ്റ്റേഴ്സാണ് ആൽഫ റിസപ്റ്റർ ആൻഡ് ബീറ്റ റിസപ്റ്റർ. അപ്പോൾ ആൽഫ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗാണ് ആൽഫ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്. ബീറ്റ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗാണ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്. ഫസ്റ്റ് ആൽഫ അഡ്രിനർജിക് ബ്ലോക്കേഴ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ആൽഫ അഡ്രിനർജിക് റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അഡ്രിനർജിക് റെസ്പോൺസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗാണ് ആൽഫ അഡ്രിനർജിക് ബ്ലോക്കർ വിത്തൗട്ട് എഫക്റ്റിംഗ് ദി ബീറ്റ റിസപ്റ്റർ. ആൽഫ അഡ്രിനർജിക് ബ്ലോക്കേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. നോൺ ഇക്വിലിബ്രിയം ടൈപ്പ് ഉണ്ട്, ഇക്വിലിബ്രിയം ടൈപ്പും ഉണ്ട്. നോൺ ഇക്വിലിബ്രിയം ടൈപ്പിൽ വരുന്ന ഒരു ക്ലാസ്സാണ് ബീറ്റ ഹാലോ ആൽക്കീലമൈൻ. അതിന് എക്സാമ്പിൾ വരുന്ന ഡ്രഗാണ് ഫിനോക്സി ബെൻസമൈൻ. നെക്സ്റ്റ് ഇക്വിലിബ്രിയം ടൈപ്പിൽ രണ്ട് ക്ലാസ് ഉണ്ട്, നോൺ സെലക്റ്റീവ് ആൻഡ് സെലക്റ്റീവ്. നോൺ സെലക്റ്റീവിനെ അഗെയിൻ ക്ലാസിഫൈഡ് ആസ് എർഗോട്ട് ആൽക്കലോയിഡ്സ്, ഹൈഡ്രോജനേറ്റഡ് എർഗോട്ട് ആൽക്കലോയിഡ്സ്, ഇമിഡസോളിൻ, മിസലേനിയസ്. എർഗോട്ട് ആൽക്കലോയിഡ്സിൽ വരുന്ന ഡ്രഗാണ് എർഗോട്ടമൈൻ ആൻഡ് എർഗോടോക്സിൻ. ഹൈഡ്രോജനേറ്റഡ് എർഗോട്ട് ഓഫ് ആൽക്കലോയിഡ്സിൽ വരുന്ന ഡ്രഗാണ് ഡൈഹൈഡ്രോ എർഗോട്ടമൈൻ, ഡൈഹൈഡ്രോ എർഗോടോക്സിൻ. ഇമിഡസോളിൻ ഡെറിവേറ്റീവിൽ വരുന്നതാണ് ഫെൻഡോലമൈൻ. മിസലേനിയസിൽ വരുന്നത് ക്ലോർപ്രോമാസിൻ. ഇത് ഇക്വിലിബ്രിയം ടൈപ്പ് നോൺ സെലക്റ്റീവ് ഡ്രഗ് ആണ്. ഇനി സെലക്റ്റീവിൽ വരുന്നതാണ് ആൽഫ 1 സെലക്റ്റീവ് ഉണ്ട്, ആൽഫ 2 സെലക്റ്റീവ് ഉണ്ട്. ആൽഫ 1 സെലക്റ്റീവിൽ വരുന്ന ഡ്രഗാണ് പ്രാസോസിൻ, ടെറാസോസിൻ, ഡോക്സാസോസിൻ, ആൽഫൂസോസിൻ, ടാംസുലോസിൻ. ആൽഫ 2 സെലക്റ്റീവിൽ വരുന്ന ഡ്രഗാണ് യുഹിംബിൻ. നെക്സ്റ്റ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ. അപ്പോൾ ആൽഫ 1 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്തെങ്കിൽ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയും, കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ് ആവും, BP ഡിക്രീസ് ആവും. പിന്നെ റിഫ്ലക്സ് ടാക്കികാർഡിയ പ്രൊഡ്യൂസ് ചെയ്യും, നോറഡ്രിനാലിൻ റിലീസ് ഇൻക്രീസ് ചെയ്യും. നെയ്സൽ സ്റ്റെഫിനെസ് ഉണ്ടാവും, മിയോസിസ്. നെയ്സൽ സ്റ്റെഫിനെസ് ആൻഡ് മിയോസിസിന് കാരണം നെയ്സൽ ബ്ലഡ് വെസൽസിലുള്ള ആൽഫ റിസപ്റ്റർ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നെയ്സൽ സ്റ്റെഫിനെസ് ഉണ്ടാകുന്നത്. റേഡിയൽ മസിൽസ് ഓഫ് ഐറിസ് പ്രസൻ്റ് ആയിട്ടുള്ള ആൽഫ റിസപ്റ്റർ ബ്ലോക്ക് ആകുമ്പോഴാണ് മിയോസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻക്രീസ്ഡ് ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി, ലൂസ് മോഷൻ ഒക്കെ ആവും. ആൽഫ 1 റിസപ്റ്റർ ബ്ലോക്ക് ചെയ്യുമ്പോൾ ടോൺ ഓഫ് മസിൽ എന്താവും, റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓഫ് സിമ്പത്തോലൈറ്റിക്സ്. ഇനി ഒരു ഡ്രഗിനെ കുറിച്ചിട്ട് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ ഫിനോക്സി ബെൻസമൈൻ. ഇറ്റ് ഈസ് എ നോൺ സെലക്റ്റീവ് ഇറിവേഴ്സിബിൾ ആൽഫ ബ്ലോക്കറാണ് ദാറ്റ് ബ്ലോക്സ് ബോത്ത് ആൽഫ 1 ആൻഡ് ആൽഫ 2 റിസപ്റ്റർ. രണ്ട് റിസപ്റ്ററിനെ പോയിട്ട് ഇത് ബ്ലോക്ക് ചെയ്യും. അതായത് ആൽഫ 1നും ബ്ലോക്ക് ചെയ്യും, ആൽഫ 2 റിസപ്റ്ററിനും ഫിനോക്സി ബെൻസമൈൻ ബ്ലോക്ക് ചെയ്യും. നെക്സ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം. നമ്മുടെ ബോഡിയിൽ നിന്ന് ഇത് പെട്ടെന്ന് സൈക്ലൈസേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്തിട്ട് ആൽഫ റിസപ്റ്ററിൻ്റെ ഒക്കെ ഒരു സ്ട്രോങ് കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യും. എന്നിട്ടാണ് ആൽഫ റിസപ്റ്റർ ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് ആൽഫ റിസപ്റ്റർ ബ്ലോക്ക് ആവുന്നത്. നെക്സ്റ്റ് ഫാർമക്കോകൈനറ്റിക്സ്. പുവർലി അബ്സോർബ്ഡ് ഓറലി ആണ്, എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ ഇൻ 24 hours. ഡോസ് കൊടുക്കുന്നത് 20 to 60 mg/kg ആണ്. ഓറലി കൊടുത്തെങ്കിൽ അബ്സോർപ്ഷന് കുറവാണ്. നെക്സ്റ്റ് യൂസസ് ഓഫ് ഫിനോക്സി ബെൻസമൈൻ. ഫസ്റ്റ് വൺ ഫിയോക്രോമോസൈറ്റോമ, വിച്ച് മീൻസ് അതായത് അഡ്രിനൽ ഗ്ലാൻഡിന് വരുന്ന ഹോർമോൺ സെക്രീറ്റിംഗ് ട്യൂമറാണ് ഫിയോക്രോമോസൈറ്റോമ. നെക്സ്റ്റ് യൂസ് സെക്കൻഡറി ഷോക്ക്, പെരിഫറൽ വാസ്കുലാർ ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലർ. ഇതിനൊക്കെയാണ് ഫിനോക്സി ബെൻസമൈൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ADR, പോസ്ചറൽ ഹൈപ്പർ ടെൻഷൻ, വിച്ച് മീൻസ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ ഇല്ലേ ബ്ലഡ് പ്രഷർ കുറഞ്ഞിട്ട് കാണുന്ന, ലോ ആയിട്ട് കാണുന്ന ഒരവസ്ഥയാണ് പോസ്ചറൽ ഹൈപ്പർ ടെൻഷൻ. നെക്സ്റ്റ് പാൽപിറ്റേഷൻ, അരിത്മിയ പോലത്തെ ഒരു കണ്ടീഷൻ തന്നെയാണ് പാൽപിറ്റേഷൻ, അതായത് അബ്നോർമൽ ഹാർട്ട് റിതം. നെക്സ്റ്റ് നെയ്സൽ ബ്ലോക്കേജ്, മിയോസിസ്, ഇൻഹിബിഷൻ ഓഫ് ഇജാക്കുലേഷൻ.
നെക്സ്റ്റ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കിംഗ് ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ ഡിസ്കസ് ചെയ്ത് ആൽഫ അഡ്രിനർജിക് ബ്ലോക്കിംഗ് ഡ്രഗ്സ് ആയിരുന്നു. ബീറ്റ റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അഡ്രിനർജിക് ആക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗാണ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്. ക്ലാസിഫിക്കേഷൻ നോൺ സെലക്റ്റീവ് ഉണ്ട്, സെലക്റ്റീവ് ഉണ്ട്. നോൺ സെലക്റ്റീവ് അഗെയിൻ ക്ലാസിഫൈഡ് ആസ് without intrinsic sympathomimetic activity, with intrinsic sympathomimetic activity with additional alpha blocking property. Without intrinsic sympathomimetic activity ൻ്റെ അണ്ടറിൽ വരുന്ന ഡ്രഗാണ് പ്രൊപ്രാനോളോൾ, സൊട്ടാലോൾ, ടിമോളോൾ. ഇൻട്രിൻസിക് സിമ്പതോമിമെറ്റിക് ആക്ടിവിറ്റി ഉള്ള ഡ്രഗാണ് പിൻഡോളോൾ. അഡീഷണൽ ആൽഫ ബ്ലോക്കിംഗ് പ്രോപ്പർട്ടി കൂടിയുള്ള ഡ്രഗാണ് ലെബേറ്റോളോൾ, കാർവേഡിലോൾ. ഇതാണ് നോൺ സെലക്റ്റീവ് ഡ്രഗ്. ഇനി സെലക്റ്റീവിൽ ആണെങ്കിൽ കാർഡിയോ സെലക്റ്റീവ് ആണ് വരുന്നത്. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഡ്രഗാണ് മെറ്റോപ്രോളോൾ, അറ്റേനോളോൾ, എസ്മോളോൾ. നെക്സ്റ്റ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓഫ് പ്രൊപ്രാനോളോളാണ് നോക്കുന്നത്. ഹാർട്ടിലാണെങ്കിൽ പ്രൊപ്രാനോളോൾ ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യും, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യും. അതായത് എല്ലാ ഡ്രഗിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല, മെയിനായിട്ടുള്ള ഡ്രഗിനെ കുറിച്ചിട്ട് മാത്രമേ അതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷനും അതിൻ്റെ ADRും യൂസൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ വീഡിയോസിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രൊപ്രാനോളോളാണെങ്കിൽ വിത്തൗട്ട് ഇൻട്രിൻസിക് ആക്ടിവിറ്റിയിൽ വരുന്ന ഡ്രഗാണ്. അപ്പോൾ അതിൽ നിന്ന് ടിമോളോൾ ചോദിച്ചെങ്കിലും നമുക്ക് ഈ ഫാർമക്കോളജിക്കൽ ആക്ഷൻ തന്നെ എഴുതിയാൽ മതിയാവും. ഫാർമക്കോളജിക്കൽ ആക്ഷൻ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് റെസ്പിറേറ്ററി ട്രാക്റ്റിലാണെങ്കിൽ β2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്തിട്ട് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കും പ്രൊപ്രാനോളോൾ. ഇനി കണ്ണിലാണെങ്കിൽ ഇൻട്രാ ഒക്കുലാർ പ്രഷർ റെഡ്യൂസ് ചെയ്യും. CNSൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യില്ല, അതുകൊണ്ട് ഒരു സെൻട്രൽ എഫക്റ്റും ഉണ്ടാവില്ല. നെക്സ്റ്റ് യൂട്രസിലുള്ള ആക്ഷൻ എന്ന് പറയുന്നത് റിലാക്സേഷൻ ഓഫ് യൂട്രസ് ബ്ലോക്ക് ചെയ്യും പ്രൊപ്രാനോളോൾ. അതായത് ഐസോപ്രിനാലിൻ ഡ്രഗാണ് യൂട്രസിനെ റിലാക്സ് ചെയ്യുന്ന ഡ്രഗ്. അതിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് പ്രൊപ്രാനോളോൾ ചെയ്യുന്നത് യൂട്രസിൽ. സ്കെലിറ്റൽ മസിലാണെങ്കിൽ ഇൻഹിബിറ്റ് ട്രെമർ. നെക്സ്റ്റ് മെറ്റബോളിക് ആക്ടിവിറ്റിയിൽ എന്ത് ആക്ഷനാണ് ഉള്ളത്? ലിപ്പോലൈസിസ് ഇൻഹിബിറ്റ് ചെയ്യും, ഫ്രീ ഫാറ്റി ആസിഡ് ലെവൽ ഇൻക്രീസ് ചെയ്യും, ഗ്ലൈക്കോജിനോലൈസിസ് ഇൻഹിബിറ്റ് ചെയ്യും. ബ്ലഡ് വെസലിലാണെങ്കിൽ വാസോഡൈലേഷൻ ബ്ലോക്ക് ചെയ്യും, BP റെഡ്യൂസ് ചെയ്യും. ലോക്കൽ അനസ്തറ്റിക് ആക്ഷൻ ഉണ്ട്. പ്രൊപ്രാനോളോൾ എന്ന് പറയുന്നത് ഒരു പൊട്ടൻ ലോക്കൽ അനസ്തറ്റിക് ആണ്. ബട്ട് ക്ലിനിക്കലി ഇത് യൂസ് ചെയ്യുന്നില്ല ബിക്കോസ് ഇറ്റ് ക്യാൻ കോസ് ഇറിറ്റേഷൻ അറ്റ് ദ സൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ. അതായത് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന സൈറ്റിലേക്ക് അത് ഇറിറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യും, അതുകൊണ്ട് അത് ക്ലിനിക്കലി യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഫാർമക്കോകൈനറ്റിക്സ്. നേരത്തെ ഫിനോക്സി ബെൻസമൈൻ്റെ കേസിൽ എന്താ പറഞ്ഞത്? പുവർലി അബ്സോർബ്ഡ് ഓറലി എന്നാണ് പറഞ്ഞത്. ബട്ട് പ്രൊപ്രാനോളോൾ ആണെങ്കിൽ വെൽ അബ്സോർബ്ഡ് ഓറലി. ഫുഡിനൊന്നിച്ചിട്ട് എടുക്കുമ്പോഴാണ് ബയോ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. മെറ്റബോളൈസ്ഡ് ബൈ ലിവർ ആൻഡ് എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. ഓറൽ ഡോസ് 10 mg. നെക്സ്റ്റ് ADR ബ്രാഡികാർഡിയ, ബ്രോങ്കിയൽ ആസ്മ, ടയേർഡ്നെസ്, റെഡ്യൂസ്ഡ് എക്സസൈസ് കപ്പാസിറ്റി, സെക്ഷൽ ഡിസ്ട്രസ്. നെക്സ്റ്റ് ഡ്രഗ് ഇൻ്ററാക്ഷൻ. പ്രൊപ്രാനോളോൾ കൊടുക്കുന്ന സമയത്ത് ഇൻസുലിന് കൂടി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഡ്രഗ് ഇൻ്ററാക്ഷൻസ് ഓഫ് സിംപതോലൈറ്റിക് ഡ്രഗ് ഓർ ആൻറ്റി അഡ്രിനർജിക് ഡ്രഗ്. ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആൻറ്റി അഡ്രിനർജിക് ഡ്രഗ് കൂടി അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രഗ് ഇൻ്ററാക്ഷൻ കാരണം ഇറ്റ് ഡിലേ ദ റിക്കവറി ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ. ആൽഫ അഗോണിസ്റ്റ് ആണെങ്കിൽ BP ഇൻക്രീസ് ചെയ്യും. പിന്നെ ക്ലോർപ്രോമാസിൻ ബയോ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യും, അതായത് ബയോ അവൈലബിലിറ്റി ഓഫ് ആൻറ്റി അഡ്രിനർജിക് ഡ്രഗ്. സിമെറ്റഡിൻ ഇൻഹിബിറ്റ് ദി മെറ്റബോളിസം ഓഫ് പ്രൊപ്രാനോളോൾ. ഇതൊക്കെയാണ് ഡ്രഗ് ഇൻ്ററാക്ഷൻസ്. നെക്സ്റ്റ് യൂസസ് ഓഫ് ബീറ്റ ബ്ലോക്കേഴ്സ്. ഹൈപ്പർ ടെൻഷൻ, ആൻജീന പെക്ടോറിസ്, കാർഡിയാക് അരിത്മിയ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലർ, ഫിയോക്രോമോസൈറ്റോമ, തൈറോടോക്സിക്കോസിസ്, മൈഗ്രെയിൻ, ആൻസൈറ്റി, ട്രമർ, ഗ്ലൂക്കോമ. ഇതിനൊക്കെയാണ് ബീറ്റ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൽഫ ആൻഡ് ബീറ്റ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന പ്രോപ്പർട്ടിയിലെ ഡ്രഗാണ് ലെബേറ്റോളോൾ, കാർവേഡിലോൾ. ലോ ഡോസിലാണെങ്കിൽ അതിൻ്റെ ആക്ഷന് സിമിലർ ടു ദാറ്റ് ഓഫ് പ്രൊപ്രാനോളോൾ. പ്രൊപ്രാനോളോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ഷനോട് സിമിലർ ആണ് ഈ ഡ്രഗും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നത് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫിയോക്രോമോസൈറ്റോമ. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ് ബീറ്റ ബ്ലോക്കേഴ്സിലാണ് ഡിസ്കസ് ചെയ്തത്. വിത്ത് അഡീഷണൽ ആൽഫ ബ്ലോക്കിംഗ് പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ട് ലെബേറ്റോളോൾ, കാർവേഡിലോൾ ആണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. ബിക്കോസ് ഈ ഡ്രഗ് 5 times
മോർ പൊട്ടൻ്റ് എന്ന് പറയുന്നത് ബീറ്റ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യാനാണ്. ആൽഫ റിസപ്റ്ററിനേക്കാളും ബീറ്റ റിസപ്റ്റർ ബ്ലോക്കിങ്ങിലാണ് 5 ടൈംസ് മോർ പൊട്ടൻ്റ്. ഓറലി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ്. ബട്ട് റാപ്പിഡ്ലി അണ്ടർഗോ ഫസ്റ്റ് പാസ് മെറ്റബോളിസം. സൈഡ് എഫക്ട്സ് ഓഫ് ദീസ് ഡ്രഗ്സ് ആർ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ, ഫെയിലർ ഓഫ് ഇജാക്കുലേഷൻ, സ്കിൻ റാഷസ്, ലിവർ ഡാമേജ്. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ആൻറ്റി അഡ്രിനർജിക് ഡ്രഗ് ഓർ സിംപത്തോലൈറ്റിക് ഡ്രഗ്, അതായത് ആൽഫ ബ്ലോക്കേഴ്സ്, ബീറ്റ ബ്ലോക്കേഴ്സ്, ആൽഫ ആൻഡ് ബീറ്റ ബ്ലോക്കേഴ്സ്. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ബൈ.